ഇപ്പൊ ഞങ്ങൾ ഇറങ്ങുന്ന നേരം തന്നെ ഏകദേശം 11:10 അതുകൊണ്ട് തിരിച്ചു വരുന്ന നേരം എന്ന് പറയുന്നത് ഏകദേശം 5 മണി 6 മണി ആയിരിക്കും. ഇന്ന് ഭയങ്കര തിരക്കാണ് തോന്നുന്നുണ്ട്. നല്ല തിരക്കല്ല ഇന്ന്. ഭയങ്കര ചൂടാണ്, തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഇരിക്കട്ടെ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതെന്താ ഹോട്ടലല്ലോ. അമ്മ കാപ്പി പ്രാന്തത്തിയാണ്. ഇല്ല, കാപ്പി പ്രാന്തത്തിയല്ല. ആ അതൊക്കെ കാര്യം. അമ്മക്ക് ബിരിയാണി വേണ്ട, ചിക്കനും വേണ്ട, മട്ടനും വേണ്ട, ഒന്നും വേണ്ട, കാപ്പി മാത്രം മതി. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇന്നിപ്പോൾ 2-3 ദിവസമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മു. ഇന്നിപ്പോൾ റിവ്യൂവിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. മരുന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ, കുറവില്ലേ? ചിലപ്പോൾ കുറവുണ്ട്, ചിലപ്പോൾ വേർപ്പ് താങ്ങാൻ അധികമുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് കാണിച്ചേക്കാന്ന് കരുതി. ഇപ്പം ഞങ്ങൾ ഇറങ്ങുന്ന നേരം തന്നെ ഏകദേശം 11:10 അതുകൊണ്ട് തിരിച്ചു വരുന്ന നേരം എന്ന് പറയുന്നത് ഏകദേശം 5 മണി 6 മണി ആയിരിക്കും. മുന്നേ പോയാലും ഇതേ സമയത്ത് തന്നെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. 4:30-5 അല്ലാതെ വന്നിട്ടുണ്ടോ? എന്താ കാരണം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാരാണ്. ഒരു 150 പേര് മിനിമം ഉണ്ടാവും കാണാനായിട്ട്, മിനിമം. അതിന് മുകളിലേക്ക് നോക്കിയാൽ മതി. ഇത് ഫാർമസിയിലുണ്ടാവും, ഡോക്ടറുടെ മുമ്പിലുണ്ടാവും. വലിയൊരു ഹാളാണ്, ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ അത്രയും ആൾക്കാർ. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം, ഓക്കെ? അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. കോസ്റ്റ്യൂം മാറിയിട്ടുണ്ട്. എന്തായാലും ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അമ്മത് അവിടെ വെയിറ്റ് ചെയ്യണു. ഇന്ന് ഭയങ്കര തിരക്കാണ് തോന്നുന്നുണ്ട്. നല്ല തിരക്കല്ല ഇന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും തിരക്കല്ലടാ. എഗെയിൻ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിലേക്ക് പോകുന്നതാണ്. ഡോക്ടറെ കാണണം കഴിഞ്ഞ് 1:45 ആവും. 1:45 ആകുമ്പോഴേക്കേ വരുള്ളൂ. ഇപ്പോൾ റിപ്പോർട്ട് കിട്ടാൻ തന്നെ 2 മണിയാവും. അപ്പോൾ പിന്നെ നേരെ 3 മണിയാവൂലേ. അപ്പോൾ നേരെ ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ. ക്യാൻറ്റീൻ പോയി ഫുഡ് കഴിച്ചതാ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി അരമണിക്കൂറെങ്കിലും പിടിക്കും ഉള്ളിലേക്ക് കയറണം. ഭയങ്കര ചൂടാണ്, തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഇരിക്കട്ടെ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതെന്താ ഹോട്ടലല്ലോ, ഒരു ക്യാൻറ്റീൻ അല്ലേ. അത്രയ്ക്കല്ലേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫുഡ് അത്ര തന്നെ ഉള്ളൂ. ആവറേജ് ക്വാളിറ്റി, ആവറേജ് ടേസ്റ്റ്. 3:30 മണിയായി. ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. മരുന്ന് വാങ്ങണം, ഫാർമസി പോവുക. 3 ഫാർമസിയാണ്, 3 സ്ഥലത്താണ്. ഇപ്പം ഇതിൻ്റെ ഫാർമസിക്കാണ് പോണത്. മറ്റേ 2 പോയിട്ടുണ്ടെങ്കിൽ വേസ്റ്റാണ്. അമ്മുവിൻ്റെ റിപ്പോർട്ട് കിട്ടി. സോഫാർ ഒരു കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല. ഹാപ്പി? വിശക്കാൻ തുടങ്ങിയോ? 5 മണിക്ക് ഇറങ്ങാം. 5 മണിക്ക് വിശക്കുള്ളൂ. 5 മണിക്ക് വെയിൽ കുറയും. 5 മണിക്ക് വെയിൽ കുറയും. ഇത് ഞാൻ നമ്പണോ? എൻ്റെ മൈൻഡിൽ അതന്നെ ഉള്ളൂ. 5 മണിയായി ഗൈസ്. ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. നേരെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോകണം. അവിടെ എത്തുമ്പോഴേക്ക് 6 മണി ആയിക്കോളും. ഡിന്നർ കഴിക്കണം, നേരെ വീട്ടിൽ പോകണം. ഇത്രയൊക്കെ തന്നെയുള്ളൂ പരിപാടി. റിപ്പോർട്ടിലും മെഡിക്കലിലൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. സമയമുണ്ട്, പോവാ. നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ഇരുട്ടായി. എൻക്വയറി കഴിഞ്ഞല്ലോ, നീ തിരിച്ചു പോവല്ലേ? 6:30-7 മണിയായി ഗൈസ്. ഇനിയെങ്കിലും വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പൊ തന്നെ കുറെ ഞങ്ങൾ അന്വേഷിച്ച് അലഞ്ഞു. ഒരു മരുന്ന് കിട്ടാണ്ടായിരുന്നു. പല ഫാർമസിയിൽ, പല ഹോസ്പിറ്റലുകളിലെ ഫാർമസിയിലൊക്കെ കയറി അലഞ്ഞു. സാധനം കിട്ടി. ഇനി നേരെ വീട്ടിൽ പോവാ. ഇനി എന്നെ കൊണ്ട് അലയാൻ വയ്യ. രാവിലെ ഇറങ്ങിയതാണ് ഗൈസ്, മടുത്തു, നന്നായിട്ട് ടയർഡായി. ഇപ്പൊ നോക്കി ഇരുട്ടാണ് സമയം. നോക്കി 6:30 ആയിട്ടുള്ളൂ. 6:30 ആയിട്ടുള്ളൂ. ഫ്ലാഷ് ഇട്ടിട്ടില്ലെങ്കിൽ ഒന്നും കാണൂല, ആ അവസ്ഥയിലെത്തി. അങ്ങനെതാ 7:15 ആയപ്പോഴേക്ക് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തി. കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഏതായാലും ഞങ്ങൾ കഴിക്കാനുള്ള ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കി തരട്ടെ? വേണ്ടേ? വിശക്കണില്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര കൊണ്ടുവന്നിട്ടുണ്ട്. ശർക്കരയും കാപ്പിയുണ്ട്. നിങ്ങൾക്ക് അത് മതിയല്ലോ, കുടിക്കാനല്ലല്ലോ, കുളിക്കണ്ടേ? അതിന് മാത്രം ഉണ്ടാക്കണ്ടേ? 1.5 ചെമ്പ് കാപ്പി.
ഒരു കാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു 1.5 കോപ്പി ഇരിക്കും. അല്ല, ഗ്ലാസ്സിന്റെ മൂട്ട് കൊട്ടാൽ മതിയല്ലോ. ആ സത്യം പറയാലോ, ഇവിടെ ഒരു ചായക്കട കൊടുത്താൽ മതി, ആര് വന്നാലും. അതാ അതിന്റെ വിജിതം. ഇവിടെ ഹോട്ടലിലൊക്കെ പോയ ഒരു ചായ എന്ന് പറഞ്ഞാൽ അത്ര ഉണ്ടാവുള്ളൂ. ഇത്ര അതന്നെയാണ്. ഇത്ര വലിയ കപ്പായിരിക്കും കേട്ടോ. ആ കപ്പന്നെ എങ്ങനെ അറിയാം, ഈ പായസം കൊടുക്കൂലേ നാട്ടിൽ സദ്യക്കൊക്കെ, ആ വലിപ്പത്തിലുള്ള ഒരു കപ്പിൽ ഇത്ര കൊണ്ടുണ്ടാവും കാപ്പി. ആ സമയത്ത് ഗ്ലാസ് നിറച്ചാരെയും കൊടുക്കുവോ? ആ സമയത്ത് നിങ്ങൾ കുടിക്കുന്ന കാപ്പി ദേണ്ട് ഈ ഡവറ് നിറച്ചിട്ടുണ്ടാവും. കാര്യം പോട്ടെ, ആർക്കും കൊടുക്കാച്ചാലും അത്രയല്ലേ ഉള്ളൂ. ആ നാട്ടിൽ അങ്ങനെ ഒന്നും കൊടുത്താൽ മോത്തേക്ക് വെച്ചേറി. പിന്നെ ആ ഞാൻ കണ്ടെണ്ണ അതൊക്കെ വലിയ ഗ്ലാസ്സിൽ ഈ പറയണ്ട. ആരും വലിയ ഗ്ലാസ്സിലൊന്നും കൊടുക്കൂല. വേണ്ടേ, കൊടുക്കണ്ടാച്ച കഴിഞ്ഞില്ലേ എന്നാ. നിങ്ങളുടെ ഒരു കാപ്പി എന്ന് പറഞ്ഞാൽ 3 ഗ്ലാസിന്റെ വലിപ്പം ഉണ്ടാവും. ആ ഇതാണ് നമ്മുടെ കാപ്പിയുടെ ഒരു ഗ്ലാസ്. നമുക്കാണെങ്കിൽ ഒരു 4 ദിവസം കുടിക്കാനുള്ള കാപ്പി ഉണ്ടാവും. അമ്മ കാപ്പി പ്രാന്തത്തിയാണ് ഇല്ല, കാപ്പി പ്രാന്തത്തിയല്ല. ആ അതൊരു അതൊക്കെ കാര്യം. അമ്മക്ക് ബിരിയാണി വേണ്ട, ചിക്കനും വേണ്ട, മട്ടനും വേണ്ട, ഒന്നും വേണ്ട, കാപ്പി മാത്രം മതി. കാപ്പി എന്ന് പറഞ്ഞ ജീവനാണ്. എനിക്കും വേണ്ടതാണ് ഇന്നും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹോസ്പിറ്റലിൽ തന്നെ ആയതുകൊണ്ട് വർക്കൗട്ട് കാര്യങ്ങളൊന്നും നടന്നില്ല. ഇപ്പോഴത്തെ ഈ ചൂടിന് ദിവസം 2 നേരമല്ല 3 നേരം കുളിക്കേണ്ട അവസ്ഥയാണ്. അമ്മരി ചൂടാ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പ ചൂട് എപ്പോഴൊന്നും അടങ്ങിയത്. അപ്പോൾ ഹോസ്പിറ്റലിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നാളെ വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഹോസ്പിറ്റൽ റിലേറ്റഡ് ആണോ വെച്ചാൽ ആണ്, അല്ലേ വെച്ചാൽ അല്ല. കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് അതിൻ്റെ കാര്യങ്ങൾ നാളെ മറ്റന്നാളായിട്ട് ശരിയാക്കണം. അപ്പോൾ ഹോസ്പിറ്റൽ പ്രശ്നങ്ങളൊന്നുമില്ല. ലാബ് റിപ്പോർട്ടൊക്കെ ഓക്കെയാണ്. എല്ലാം ഓക്കെ, ഫൈനാണ്. പേടിക്കാനുള്ള കാര്യങ്ങളും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ചുമ ലാസ്റ്റ് സ്റ്റേജാണ്, മാറാറായി. എനിവേ ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇത് ചെറിയ വ്ളോഗായിരിക്കുന്നത് എനിക്കറിയാം. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.